ഇപ്പോൾ ഈ സമീപകാലത്താണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന വന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കാര്യമായ ഒരു പ്രശ്നങ്ങളുമില്ല ഇവിടെ ജീവിക്കാൻ എന്നുള്ളത്. അതിലെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു എന്നത് നമുക്ക് തെറ്റായിട്ട് പറയാൻ കഴിയില്ല. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആർക്കും പോയി കാണാം, സംസാരിക്കാം. അതൊരു തെറ്റല്ല. അതാ രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന കൊടുക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ കൂടി പരിഗണിച്ച് വേണ്ടിയിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കാൻ. ഒന്നിരിക്കൽ അദ്ദേഹം ഒരു ജനറലായിട്ടൊരു ഒരു പ്രസ്താവന കൊടുത്തതായിരിക്കും. എങ്കിലും അത് BJP വളരെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയായിട്ടത് മാറും എന്നതാണ്. ED അറസ്റ്റ് ചെയ്ത SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അദ്ദേഹമാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടെന്ന് ഡൽഹിയിൽ നിന്നാണ് അറസ്റ്റിലാവുന്നത് അല്ലേ? അതെ, ഞാൻ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി ഡൽഹിയിലേക്കുള്ള യാത്രയായിരുന്നു. എയർപോർട്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം 11 മാസം കുറച്ച് ദിവസമായി, ഏകദേശം 12 മാസം എന്ന് പറയാം, ജയിലിലായിരുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ പറയുന്ന ഒരു സംഗതി, ഈ കേസ് രാഷ്ട്രീയ പകപോക്കലാണ്. കാരണം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടിയുടെ ആളുകൾക്കെതിരെ എടുക്കുന്ന അതേ രീതിയിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് എനിക്കും SDPIക്കും എതിരായിട്ട് ED കേസെടുത്തത്. ഇപ്പോൾ കോടതിയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കാര്യമായി നിലനിൽക്കാത്ത ഒരു കേസാണ് എന്നാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ച ഓർഡറിൽ അത് പറയുന്നത്. അതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന നിലയിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ താങ്കൾക്കെതിരെ ചുമത്തിയിരുന്നതൊന്ന് കള്ളപ്പണം വെളുപ്പിക്കലും മറ്റൊന്ന് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധം എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കോടതി അതിനെയൊക്കെ എങ്ങനെയാണ് നിരീക്ഷിച്ചത്? കോടതിയിൽ ജഡ്ജ്മെന്റ് കോപ്പിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിരോധിച്ച ഒരു സംഘടനയിൽ നിരോധിക്കുന്നതിന് മുമ്പ് ആക്റ്റീവായ ഒരു കേഡറായിരുന്നു എന്നത് ഈ കേസുമായി കണക്ട് ചെയ്യുന്നതിന് ന്യായീകരണമല്ല. അതുകൊണ്ടത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് കോടതിയുടെ ഉത്തരവുള്ളത്. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ളതാണ് അതിൽ ED പ്രധാനമായിട്ടും കേസ് ചുമത്തിയത്. അത് ഈ പല രീതിയിൽ അങ്ങനെ വരാറുണ്ട്. ഒന്ന് ഈ ബിസിനസ്സുമായി പണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പിന്നെ ഈ സംഘടനകൾ തന്നെ ബൾക്ക് പണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒക്കെയാണ് വരുന്നത്. താങ്കളുടെ മേൽ എന്താണ് അവർ ആരോപിക്കുന്നത്? അതിൽ പാർട്ടിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് വന്ന ആരോപണങ്ങൾ അവർ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആളുകൾ പൈസ നിക്ഷേപിക്കുന്നുണ്ട്, സംഭാവനയായിട്ട് നിക്ഷേപിക്കുന്നു. ഇങ്ങനെ പണം നൽകുന്ന ആളുകൾ അവർക്ക് ഹവാല വഴി പണം ഞങ്ങൾ കൊടുക്കുന്നു, അവർ ആ പണം ഞങ്ങൾക്ക് ബാങ്ക് വഴി തരുന്നു എന്നുള്ളൊരു ആരോപണമാണ്. ഇത് ലക്ഷങ്ങളും കോടികളുടെ കണക്കല്ല ഈ പറയുന്നത്. 500 രൂപ 1000 രൂപ പാർട്ടിക്ക് സംഭാവന നൽകുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഞങ്ങൾ പാർട്ടി പ്രവർത്തന ഫണ്ട് വ്യാപകമായി വീടുകൾ കയറിയിട്ടാണ് കളക്ഷൻ നടത്തുന്നത്. ഓരോ വീടുകളിലും കയറി കളക്ഷൻ നടത്തുന്നത് റെസീപ്റ്റ് എഴുതിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്, കണക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അതിനെ വേറൊരു രീതിയിലേക്ക് ചിത്രീകരിച്ച് അത് പണം അങ്ങനെ ആകുമ്പോൾ ഒരാൾക്കും ഒരു ഫണ്ടും സ്വീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ആരോപിക്കുമ്പോൾ ഈ രീതിയിലുള്ള ആരോപണം എന്ന് വെച്ചാൽ തികച്ചും ബാലിശമായിട്ടുള്ള, ഒരു നിലക്കും പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത ആരോപണങ്ങൾ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതായത് നിങ്ങൾക്ക് പാർട്ടിക്ക് സംഭാവന നൽകുന്ന ആളുകൾക്ക് ആദ്യം നിങ്ങൾ പണം മറ്റു രീതിയിൽ കൊടുക്കുന്നു, അത് നിങ്ങൾക്ക് പാർട്ടി ഫണ്ടായി തരുമ്പോൾ അത് ഈ കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും വലിയ എമൗണ്ട് ആയിട്ട് എത്രയാണ് അവർ പറയുന്നത്? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. പിന്നെ വളരെ ചെറിയ ചെറിയ കാരണങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അഡ്രസ്സ് എഴുതിയതിൽ സ്ട്രീറ്റ് നമ്പർ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാരണങ്ങളുണ്ട്. അഡ്രസ്സ് എഴുതിയതിൽ സ്ട്രീറ്റ് നമ്പർ ഇല്ല, അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരാളില്ല. അവരുടെ ആധാർ കാർഡുണ്ട്, എല്ലാം ഉണ്ട്, സ്ട്രീറ്റ് നമ്പർ എഴുതാത്ത ചെറിയ കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ രീതിയിലുള്ളൊരു ആരോപണം കെട്ടിച്ചമച്ചത്. നമുക്കറിയാം അത് ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള നിലയിൽ മാത്രമാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടൊരു സംഘടനയാണ്. അപ്പൊ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് SDPIക്കുള്ള ബന്ധം അതൊക്കെ കാര്യമായി ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നോ? ഇല്ല, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിട്ടില്ല. അത് അവരുടെ ഒരു പ്രത്യേക സംഗതി, ഒരു പരിഗണനാ വിഷയമായിരുന്നില്ല. ഇത് പാർട്ടിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട സംഗതികളാണ് അവർ പ്രധാനമായിട്ട് ചോദിച്ചത്. ഇപ്പോൾ ഈ സമീപകാലത്താണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന വന്നത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കാര്യമായ ഒരു പ്രശ്നങ്ങളുമില്ല ഇവിടെ ജീവിക്കാൻ എന്നുള്ളത്. അതിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു എന്നത് നമുക്ക് തെറ്റായിട്ട് പറയാൻ കഴിയില്ല. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആർക്കും പോയി കാണാം, സംസാരിക്കാം, അതൊരു തെറ്റല്ല. അത് ആ രീതിയിൽ പോകും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന കൊടുക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ കൂടി പരിഗണിച്ച് വേണ്ടിയിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കാൻ. ഒന്നിരിക്കൽ അദ്ദേഹം ഒരു ജനറലായിട്ടൊരു ഒരു പ്രസ്താവന കൊടുത്തതായിരിക്കും. എങ്കിലും അത് BJP വളരെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയായിട്ടത് മാറും എന്നതാണ്. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷവും ജയിലിലൊക്കെ ഉദ്യോഗസ്ഥരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ഇല്ല, അവരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ രീതിയിൽ നമ്മളോട് മാന്യമായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തലോ അത്തരം സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയാണ്. SDPIയുടെ ദേശീയ പ്രസിഡന്റാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്താണ്? കേരളത്തിൽ പ്രത്യേകിച്ച് 2 മുന്നണികളാണ്. ആ മുന്നണികൾക്ക് ഏതെങ്കിലും ഒരു പിന്തുണയുണ്ടാകുമോ, അതോ നിങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുമോ? പ്രധാനമായും പാർട്ടി സജീവമായിട്ടുള്ള 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്: ബംഗാൾ, തമിഴ്നാട്, കേരളം. ഈ 3 സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. BJP ഇതര ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നതാണ് ഒന്നാമത്തെ ഒരു തീരുമാനം. അല്ലാത്ത പക്ഷം പാർട്ടി അതിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പറ്റാവുന്ന സ്ഥലങ്ങളിൽ മുഴുവനും സ്ഥാനാർത്ഥികളെ നിർത്തും, മത്സരിക്കും. ഇതാണ് നമ്മുടെ ഒരു നിലപാട്. കേരളത്തിലും ഇപ്പോൾ ഇവിടെ പ്രധാനമായും 2 മുന്നണികളാണ് ഉള്ളത്. നേരത്തെ സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കിയതാണ് 2 മുന്നണികളുമായിട്ടുള്ള നമ്മളുടെ ഒരു സമീപനം വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യും. അതൊരു രഹസ്യ പരിപാടിയായിട്ട് ഒന്നും ഉണ്ടാവില്ല. വളരെ പരസ്യമായിട്ടത് എല്ലാവരെയും അറിയിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുക. അല്ലാത്ത പക്ഷം ഞങ്ങൾ പറ്റാവുന്നത്ര സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമാക്കും. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ SDPIയുടെ വോട്ട് വേണ്ട എന്ന് ഈ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ LDFും UDF ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങനെ ഒരു മുന്നണിക്ക് മുഴുവനായി പിന്തുണ കൊടുക്കുന്നതാണ് ആലോചിക്കുന്നത്, എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ഒന്ന് SDPIക്ക് വോട്ട് വേണ്ട എന്ന് അവർ പറഞ്ഞത് SDPI വോട്ട് തരില്ല എന്ന് അവരോട് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. അതിനു മുമ്പല്ല പറയുന്നത്. ഇപ്പോഴും SDPI പിന്തുണ തരാമെന്ന് ഒരു പാർട്ടിയോടും പറയുന്നില്ല. പിന്തുണയല്ല SDPI ഉദ്ദേശിക്കുന്നത്, ഒരുമിച്ചുള്ള പ്രവർത്തനം. ഞങ്ങളൊരു വോട്ട് ബാങ്ക് മാത്രമായി കാണുന്ന രീതിയല്ല പിന്തുണ. അതിന് ആരുമായിട്ടാണോ സാധിക്കുക അവരുമായിട്ട് നിൽക്കും. അങ്ങനെ ഇപ്പോൾ LDF UDF നേതാക്കളുമായിട്ട് ചർച്ചയ്ക്കൊക്കെ ഇനിയും അവസരങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അങ്ങനെ ചർച്ചയ്ക്കൊക്കെ പോകുന്നുണ്ടോ? അങ്ങനെയാ? അല്ല, അത് വരട്ടെ. അത് പോവുമെന്ന് ചോദിച്ചാൽ പോവൂല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സ്റ്റേറ്റ് ഭാരവാഹികൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷേ വരണമല്ലോ, അപ്പോഴാണ് പോവുക, അപ്പോഴാണ് നമ്മൾ നിലപാട് പറയുക. അപ്പം അതിന് വെയിറ്റ് ചെയ്യണം. അതായത് അവരിങ്ങോട്ട് സമീപിക്കട്ടെ എന്നാണ്. സ്വാഭാവികമായിട്ടും. അല്ലാതെ നമ്മളെ അടുത്ത് കുറേ വോട്ടുണ്ട് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതിയില്ല. അത് അവർ ഇങ്ങോട്ട് നാളിതുവരെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണ് വരിക. അപ്പം സംസാരിക്കാം എന്നുള്ളതാണ്. അത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാം.
എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ SDPI എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുമ്പോൾ ഓരോ പാർട്ടിയുടെയും തീരുമാനം വളരെ നിർണായകമാകുമെന്നതിൽ സംശയമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.